പൂജ, ഏകദേശം 35 വയസ്സ് പ്രായം. ചെറുപ്പത്തിലെ അവളുടെ ഹോബിയായിരുന്നു ട്രാവലിംഗ്. വലിയ ഉയർന്ന സ്ഥലങ്ങളിൽ നടന്നു ചെന്ന് അവിടെയുള്ള കാഴ്ചകൾ കാണുവാനും അവൾ ധാരാളം ഇഷ്ടപ്പെട്ടിരുന്നു. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് കളിക്കുന്നതിന് പകരം അവൾ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നങ്ങൾ നേർന്നെടുത്തു. അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒഴിവു സമയത്ത് അവൾ ചെയ്തിരുന്നത്. അങ്ങനെയാണ് TV-യിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും ട്രക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അതിലേർപ്പെടുന്നവരുമായി ബന്ധം സ്ഥാപിക്കുന്നതും. അവൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു, പല രാജ്യങ്ങളിലും പോയി. എങ്ങനെ ഒറ്റപ്പെട്ടു പോയാൽ ജീവിക്കാം മുതലുള്ള കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി വെച്ചിരുന്നു. അടുത്തിടെ കൂർഗിൽ കൊഡാക് എന്ന സ്ഥലത്തേക്ക് ഒരു ടീം പോകുന്നതറിഞ്ഞ് അവൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. കൊടകിലെത്തി അവർ ഒരുമിച്ച് മലമുകളിൽ കയറുവാൻ തുടങ്ങി. കൊടും കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ പേടി തോന്നിച്ചു. ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ ഏത് നിമിഷവും ചാടി വരാമെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പതുക്കെയാണ് സഞ്ചരിച്ചത്. ഒരു കൂട്ടം ആളുകളോടൊപ്പം ആയതുകൊണ്ട് അത്രയ്ക്ക് പേടി അവൾക്ക് തോന്നിച്ചില്ല. ഗൈഡ് അവരെ നയിച്ചുകൊണ്ട് മലമുകളിലെത്തി. അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ അവരെ ഏതോ ലോകത്തെത്തിച്ചു. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കുണ്ടായിരുന്നു കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭംഗി. കയറി പോകുമ്പോൾ അവർ അനുഭവിച്ച ഭയവും ക്ഷീണവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. അവർ പലവിധ ശബ്ദങ്ങളുണ്ടാക്കി കൂകി വിളിച്ചു. അവിടെ നിന്ന് ദർശിക്കുന്ന ഭംഗി സാധിക്കും വിധം ക്യാമറ കണ്ണുകളിലും ഫോണുകളിലുമായി പകർത്തിക്കൊണ്ടിരുന്നു. ഗൈഡ് തിരികെ പോകാൻ ഒരുങ്ങാൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്തു തുടങ്ങി. സാവധാനം അവർ ആ കാഴ്ചകളിൽ നിന്ന് വേർപെട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. കുറച്ചിറങ്ങിയപ്പോൾ ഇടതൂർന്ന കാടുകളായിരുന്നു. അവിടെ കണ്ട അപൂർവ ഇനം പക്ഷിയുടെ ഫോട്ടോ എടുക്കണമെന്ന് പൂജയ്ക്ക് തോന്നി. അവൾ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുവാൻ നോക്കിയപ്പോൾ അത് പറന്ന് കുറച്ച് മാറിപ്പോയിരുന്നു. അവൾ അതിനെ ലക്ഷ്യമാക്കി ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പോയി കഴിഞ്ഞിരുന്നു. ശബ്ദം ഉണ്ടാക്കരുതെന്ന് ഗൈഡ് നിഷ്കർഷിച്ചതുകൊണ്ട് അവൾ ശ്രദ്ധിച്ച് നീങ്ങാൻ തുടങ്ങി. പക്ഷേ അവൾക്കറിയാമായിരുന്നില്ല അവൾ പോകുന്നത് വേറെ ദിശയിലേക്കാണെന്ന്. തൻ്റെ ടീമിനെ കാണാതായപ്പോൾ അവൾ ഗൈഡിനെ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത്. അവിടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാനുള്ള നെറ്റ്വർക്ക് കവറേജ് ഉണ്ടായിരുന്നില്ല. അതോടെ അവൾ നടന്നു. അവരുടെ അടുത്തെത്തുവാനായി വേഗം നടക്കുവാൻ തുടങ്ങി. വെളിച്ചം തീരെ കുറവായി തുടങ്ങിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. തനിക്ക് അവരുടെ ഒപ്പം എത്തുവാൻ സാധിക്കില്ല. എത്രയും വേഗം രാത്രി തങ്ങുവാനുള്ള ഇടം കണ്ടെത്തണം. അവൾ കുറച്ചകലെ കണ്ടിരുന്ന പാറക്കൂട്ടങ്ങൾക്ക് അരികിലേക്ക് തിരിച്ചു നടന്നു. നടന്നു